ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതാണ്. വളരെ ടേസ്റ്റിയായി വെറൈറ്റി രുചിയിൽ ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിനായി ചന്ദ്രക്കാരൻസ് എന്ന് പറഞ്ഞൊരു മാമ്പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായി ഏറ്റവും നല്ല മാമ്പഴമാണ് ഈ ചന്ദ്രക്കാരൻ മാമ്പഴം. അതിനായി നമ്മളിവിടെ 5 ചന്ദ്രക്കാരൻ മാമ്പഴം എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഇട്ട് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റുമാണ്, വെറൈറ്റി രുചിയുമായിരിക്കും. അതിനായി നമ്മളിവിടെ ഒരു മൺചട്ടിയിലേക്ക് ഈ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് നന്നായി വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണം. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ഒരു വലിയ മുറി തേങ്ങ തിരകിയത്, ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരല്ലി വെളുത്തുള്ളി, ഒരല്ലി ചെറിയ ഉള്ളി, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പം നമ്മുടെ മാമ്പഴമൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യുവാൻ. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരുന്നതിന് വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് തൈര് നന്നായി മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇതിൻ്റെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ചിടുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനുശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക, 1/2 സ്പൂൺ, 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ തൈരും അരപ്പും എല്ലാം കൂടെ നന്നായി കുക്കായി വരുന്നുണ്ട്. ഇത് തിളച്ച് പോകാൻ പാടില്ല. ചെറിയ തിള വരുമ്പോൾ തന്നെ നമ്മൾ താളിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി. ഇത് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.